പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ കടുത്ത വിമർശനവുമായി സോണിയാഗാന്ധി. മധ്യസ്ഥ വഹിക്കാൻ അർഹതയുണ്ടായിരുന്ന ഇന്ത്യയെ മറികടന്ന് പാകിസ്ഥാൻ ആ സ്ഥാനം കൈക്കലാക്കിയെന്ന് ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. വിനീത വിജയ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് പറയൂ വിനീത. ലോകം ശബ്ദമുയർത്തുമ്പോൾ ഗാസയെക്കുറിച്ച് ഇന്ത്യ മാത്രം മൗനം പാലിക്കുന്നുവെന്നാണ് സോണിയാഗാന്ധി ഈ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. പാലസ്തീനു വേണ്ടി ശബ്ദമുയർത്തുക എന്നത് ഇന്ത്യൻ ദേശീയതയുടെ തന്നെ അനിവാര്യമാണെന്നും അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ ക്രൂരമായി ലക്ഷ്യം വെച്ച കുട്ടികളുടെ ജീവന് വേണ്ടി നാം സംസാരിക്കേണ്ടതുണ്ടെന്നും സോണിയാഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. ലോകം ഇസ്രായേലിൽ നിന്ന് കൂടുതൽ അകലുമ്പോൾ ഇന്ത്യ കൂടുതൽ അടുക്കുകയാണ് ചെയ്തതെന്നും പരാമർശിച്ചിട്ടുണ്ട്. മോദി സർക്കാരിന്റെ മൗനവും ഒപ്പം തന്നെ നിഷ്ക്രിയത്വവും അത് ദേശീയ താല്പര്യത്തിന് തന്നെ വിരുദ്ധമാണെന്നാണ് സോണിയാഗാന്ധി പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം അത് തെറ്റായിട്ടുള്ളൊരു തീരുമാനമായിരുന്നുവെന്നും സോണിയാഗാന്ധി ഈ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ പാലസ്തീൻ, ഇറാൻ തുടങ്ങിയ സഖ്യകക്ഷികളിൽ നിന്ന് ചരിത്രപരമായി ഈ ഇരു രാജ്യങ്ങളുമൊക്കെയായി ഇന്ത്യ വലിയ ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ തുടങ്ങിയ ഈ രണ്ട് പാലസ്തീൻ, ഇറാൻ തുടങ്ങിയ സഖ്യകക്ഷികളിൽ നിന്ന് നാം ഏറെ അകന്നുപോയെന്നും സോണിയാഗാന്ധി പരാമർശിച്ചിട്ടുണ്ട്. മധ്യസ്ഥത വഹിക്കാൻ അർഹതയുണ്ടായിരുന്ന ഇന്ത്യയെ മറികടന്ന് ആ സ്ഥാനം പിന്നീട് പാകിസ്ഥാൻ കൈക്കലാക്കുന്നുവെന്നും ഈ ലേഖനത്തിൽ സോണിയാഗാന്ധി സൂചിപ്പിച്ചിരിക്കുകയാണ്. മോദി സർക്കാരിന്റെ തുടർച്ചയായ മൗനത്തിന് ന്യായീകരണങ്ങളില്ല എന്നും ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ ലേഖനത്തിൽ സോണിയാഗാന്ധി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.